ആഗോള അയ്യപ്പ സംഘവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ യോഗി ആദിത്യനാഥ് നമുക്കറിയാം, കഴിഞ്ഞ ഒരു ദിവസം ഐ ലവ് യു മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ക്യാമ്പയിൻ, അത് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യസ്തമായ അഭിപ്രായമാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളത്. പക്ഷേ അങ്ങനെ ഒരു ക്യാമ്പയിൻ നടക്കുമ്പോൾ എന്തുകൊണ്ട് ആ ക്യാമ്പയിനെ എതിർക്കേണ്ട ആവശ്യം എന്താണുള്ളത്? ഐ ലവ് യു രാമൻ എന്ന് പറയാം, ഐ ലവ് യു മോദി എന്ന് പറയാം, ഐ ലവ് യു ഈ പറയുന്ന യോഗി ആദിത്യനാഥ് എന്ന് പറയാം, രാഹുൽ ഗാന്ധി എന്ന് പറയാം, മല്ലികാർജുന ഖാർഗെ എന്നൊക്കെ പറയാം. ആർക്കാണ് എന്തിനാണ് ഇഷ്ടമുള്ളത് ആ ഇഷ്ടമുള്ളതിനെ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഇന്ത്യ. ആ രാജ്യത്ത് ഈ പറയുന്ന ഒരു ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ ആക്രമണങ്ങൾ ഗവൺമെന്റ് തന്നെ സ്പോൺസർ ചെയ്ത് ഉത്തർപ്രദേശ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് യോഗി ആദിത്യനാഥ് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി നിൽക്കുന്ന അല്ലെങ്കിൽ ഭരണസമിതി നിൽക്കുന്ന സ്ഥലത്ത് അതൊരു വലിയ സംഭവമായി അദ്ദേഹത്തിന്റെ സന്ദേശം വായിക്കുന്നു എന്ന് പറയുമ്പോൾ സത്യത്തിൽ കേരളത്തിലെ മതേതര മനസ്സ് വല്ലാതെ വേദനിച്ചു എന്നുള്ളത് തർക്കമില്ല. അപ്പൊ ആ തരത്തിലൊരു ഇടപെടലാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല എന്ന് തന്നെ പറയാം.